നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് കോയിനേജ് ഓഫ് ഇന്ത്യ, ദശാവതാര ഓഫ് വിഷ്ണു ത്രൂ കോയിൻസ് ആണ്. എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ നടവരമ്പ് ഇരിഞ്ഞാലക്കുട സ്ഥലത്തു നിന്നാണ് വരുന്നത്. ബാംഗ്ലൂരാണ് പ്രവർത്തന മണ്ഡലം. ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വന്ന് പോകാറുണ്ട്. അങ്ങനെയാണ് ഇവിടെ. ദശാവതാര നമുക്കറിയാം, വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെ കുറിച്ചിട്ടുള്ള കഥകളൊക്കെയാണ്. നമ്മുടെ സംസ്കാരമായിട്ട് വളരെയേറെ ചേർന്ന് നിൽക്കുന്നതാണ്. ഹിസ്റ്ററി ഉയർന്നു നിൽക്കുന്ന, ചരിത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന അവതാരങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 10-ൽ കൂടുതൽ അവതാരങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട 10 അവതാരങ്ങളെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നോക്കാച്ചുണ്ടെങ്കിൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, രാമൻ, ബലരാമൻ, കൃഷ്ണൻ, കൽക്കി, ഇവരാണ് 10 അവതാരങ്ങളായിട്ട് നമ്മൾ കേരളീയർ കണക്കാക്കുന്നത്. പക്ഷെ കേരളത്തിന് പുറത്ത് ബലരാമനല്ല പ്രധാനമായും കണക്കാക്കുന്നത്, അവർ ബുദ്ധനെയാണ്. ഓക്കെ. പക്ഷെ ഇവിടെ നമ്മൾ ബലരാമനെയാണ് കണക്കാക്കുന്നത്. നമ്മളുടെ സംസ്കാരമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ബലരാമനായതുകൊണ്ട് ബലരാമനെയാണ് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത്. പിന്നെ പ്രതിപാദിക്കുന്നത് എന്താണെങ്കിൽ, ഈ അവതാരങ്ങൾ നമ്മൾ കോയിനുകൾ, ഓരോ രാജ കുടുംബങ്ങളും അവരുടേതായ കാലഘട്ടത്തിൽ ഇറക്കിയ കോയിനുകളുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഈ അവതാരങ്ങളെ പ്രതിപാദിക്കുന്നത്. ആദ്യത്തെ മത്സ്യം. ഇതിൽ 3 കോയിനാണ് ഉള്ളത്. ഒന്നാമത്തെ കോയിൻ നമുക്ക് കാണാം, മത്സ്യത്തിൻ്റെ വാലും മനുഷ്യൻ്റെ ടോർസോ ഭാഗവുമാണ് ഉള്ളത്. കയ്യിൽ ഒരു ചക്രവും ശംഖുവും ഉണ്ട്. ഇനി രണ്ടാമത്തെ കോയിൻ കാണുന്നത് നമുക്ക് ഒരു മത്സ്യം മാത്രമാണ്. അതിൽ മത്സ്യം അത് വലത്തേക്ക് നീന്തുന്നു. മൂന്നാമത്തെ കോയിനിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് മധുരനായകന്മാരെയും മധുരയെയും കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് മൂന്നാമത്തെ കോയിനിലേക്ക് വരാം. അപ്പോൾ മധുരനായകന്മാർ, ഞാൻ ബാംഗ്ലൂർ ഒരു പ്രദർശനത്തിന് പോയപ്പോൾ അവരുടെ കുറേ കോയിൻസ് എനിക്ക് കാണാനിടയായി. അപ്പോൾ ആ വെണ്ടറായിട്ടുള്ള ഡിസ്കഷനിൽ കുറേ ഇതിനെക്കുറിച്ച് കുറേ കോയിനുകൾ അയാളുടെ ശേഖരത്തിലുണ്ട്. പിന്നെ അവർ മധുരനായകന്മാർ കുറേ നാണയങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഒരു 200-ലേറെ ഇറക്കിയിട്ടുണ്ട് മധുരനായകന്മാർ. മധുരനായകന്മാരെ പറഞ്ഞതിന് മുമ്പ് മധുരേനെ കുറിച്ചിട്ട് പറയണം നമുക്ക്. മധുര നമുക്കറിയാം, ഇന്ന് വളരെ ചരിത്ര പ്രശസ്തമായ ഒരു തലത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു നഗരമാണ് ചരിത്രപരമായി നോക്കുമ്പോൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരയ്ക്കും ശിവഗംഗയ്ക്കും ഇടയിൽ ഒരു കീലടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പുരാവസ്തുക്കൾ സിന്ധു നദീതട സംസ്കാരവുമായി വളരെയേറെ ഒത്തുപോകുന്ന ഇതാണ്. അതിനർത്ഥം എന്താ വെച്ചാൽ, നമ്മൾ പഠിച്ചിരിക്കുന്ന സിന്ധു നദീതട സംസ്കാരം, പിന്നീട് ജനപദങ്ങളും മഹാജനപദങ്ങളും ഉണ്ടായി. അതിനുശേഷം ആര്യന്മാരെ ആക്രമിച്ചു. അപ്പോഴാണ് സൗത്ത് ഇന്ത്യയിലേക്ക് ദ്രാവിഡന്മാരൊക്കെ വന്നത്. പക്ഷേ ഈ ആർക്കിയോളജിക്കൽ സർവേയുടെ പര്യവേഷണം കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കീലടിയിൽ ആ സംസ്കാരം 6-ാം നൂറ്റാണ്ട് BC തന്നെ ഉണ്ടായിരുന്നു. അതായത് സിന്ധു നദീതട സംസ്കാരത്തിനൊപ്പം. അതിനെ കുറിച്ചുള്ള കുറേ വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു ചരിത്രപരമായ സ്ഥലമാണ് മധുര. ഇനി കൂടുതൽ നമ്മളെ മധുരയെക്കുറിച്ച് ചരിത്രപരമായി കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. മധുര 3rd BC-യിൽ അന്ന് ഭരിച്ചിരുന്നത് പാണ്ഡ്യന്മാരാണ്. പിന്നെ അവര് 10-ാം നൂറ്റാണ്ട് BC വരെ മധുര ഭരിച്ചിരുന്നു. അതിനുശേഷം ചോളന്മാർ വന്നു. പിന്നെ വീണ്ടും 13-ാം നൂറ്റാണ്ടിൽ വീണ്ടും പാണ്ഡ്യന്മാർ വന്നു. അതിനുശേഷം മധുരയെ സുൽത്താൻമാർ, അതായത് തുഗ്ലക്ക് ആക്രമിച്ച് കീഴടക്കുകയാണ് ഉണ്ടായിരുന്നത്. പിന്നെ തുഗ്ലക്കിൻ്റെ നവാബുമാരുടെ ഭരണമായിരുന്നു കുറേ കാലം മധുര സുൽത്താൻമാരെന്ന് കേട്ടിട്ട്. 15-ാം നൂറ്റാണ്ടിൽ ആ സമയത്ത് തന്നെ വിജയനഗര സാമ്രാജ്യം ശക്തി പ്രാപിക്കുകയും വിജയനഗരം മധുരയെയും സൗത്ത് തമിഴ്നാടിനെയും ആക്രമിച്ച് കീഴടക്കുകയും ചെയ്തു. വിജയനഗരത്തിലെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രാജാക്കന്മാരുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ഗവർണർമാരെ ഈ പുതിയ പിടിച്ചടക്കിയ സ്ഥലങ്ങൾ ഭരിക്കാനായി അനുവദിക്കും. ഈ ഭരിക്കുന്ന ആളുകളെ നായകന്മാരെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ മധുര അടങ്ങിയ സ്ഥലം, സൗത്ത് ഇന്ത്യ
ഇവിടെ സൗത്ത് തമിഴ്നാട് അവർ നായകന്മാർക്ക് ഭരിക്കാനായി കൊടുക്കുകയും അവരിൽ നിന്ന് കപ്പം ഈടാക്കി പോരുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് വിജയനഗരത്തിലെ കൃഷ്ണദേവരായരുടെ മരണം സംഭവിക്കുന്നതും ഈ നായകന്മാർ പിന്നീട് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതും. അങ്ങനെയാണ് ഈ മധുര നായകന്മാർ അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് 1529-30 കാലഘട്ടത്തിൽ. അതിനുശേഷം 17 നായകന്മാർ ഭരിച്ചിട്ടുണ്ട്. 1739 വരെ 17 പേര് ഭരിച്ചിട്ടുണ്ട്. അവരുടേതായ കുറേയേറെ നാണയങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ആദ്യം ഇറക്കിയ നാണയങ്ങൾക്കൊക്കെ രാജാവ്, അതിൻ്റെ മറുവശത്ത് രാജാവിൻ്റെ പേര്, ആദ്യം വിശ്വനാഥ നായക്കായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാണയങ്ങളൊക്കെ രാജാവും പിന്നെ രാജാവിൻ്റെ പേരും വിശ്വനാഥനായിരുന്നു. പിന്നെ അതിനുശേഷം വീരപ്പ നായക്ക്, കൃഷ്ണപ്പ നായക്ക്, വീരപ്പ നായക്ക്, മുത്തുവീരപ്പ നായക്ക് അങ്ങനെ പോയി. പിന്നെ ഒരു പ്രധാനം തിരുമല നായക്ക് വളരെ പ്രശസ്തനായിരുന്നു. കുറേ നാണയങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അദ്ദേഹം കുറേ മധുരയിൽ കെട്ടിടങ്ങളല്ല കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് തിരുമല നായക്ക്. പിന്നെ അതിനുശേഷം വന്നത് 15ാമത്തെ ആളായിട്ട് മങ്കമ്മ നായക്ക്. മങ്കമ്മ നായക്ക് ഇവിടെ കാണാം. മങ്കമ്മ റാണിയായിരുന്നു. അവർ റീജൻ്റ് ആയിരുന്നു ആക്ച്വലി. മങ്കമ്മയുടെ ഭർത്താവ് 1680 മരിച്ചു. അതിനുശേഷം മകൻ രാജാവായി മുത്തുവീര നായിക്ക്. ആ മകൻ 9 വർഷങ്ങൾക്ക് ശേഷം മരിച്ചു. അപ്പോൾ മകൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അവർ പ്രസവിച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആ കൊച്ചിനെ, 3 മാസം പ്രായമായ കൊച്ചിനെ വിജയരംഗ ചോകനായക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, റീജൻ്റായിട്ട് മങ്കമ്മ ഭരിക്കുകയാണ് ഉണ്ടായത്. മങ്കമ്മ വളരെ പ്രശസ്തമായിരുന്നു. അക്കാലത്ത് ഔറംഗസേബുമായിട്ട് സന്ധി സംഭാഷണം ഉണ്ടായിരുന്നു. മറാത്തികളുമായിട്ട് സന്ധി സംഭാഷണം ചെയ്ത രാജ്ഞിയാണ് മങ്കമ്മ. അവരും കുറേ കോയിനുകൾ ഇറക്കിയിട്ടുണ്ട്. അവരുടെ കോയിനുകൾ നമ്മൾ മറ്റു സ്ഥലങ്ങളിലും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. മങ്കമ്മ 18 വയസ്സായപ്പോൾ രാജാവ് ഭരണം തിരികെ ചോദിച്ചപ്പോൾ മങ്കമ്മ കൊടുത്തില്ല. അതിനുശേഷം മങ്കമ്മേനെ പിടിച്ച് അദ്ദേഹം ജയിലിലാക്കുകയും അവിടെ വെച്ച് മങ്കമ്മ മരിക്കുകയാണ് ഉണ്ടായത്. വിജയരംഗ നായിക്ക് പിന്നീട് 30 വർഷത്തോളം ഭരിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മീനാക്ഷി ആണ് അവസാനം ഭരിച്ച ആള്. 1739 അവർ ആർക്കോട്ട് നവാബിനായിട്ടുള്ള യുദ്ധത്തിൽ കീഴടങ്ങുക ചെയ്തത്. അപ്പോൾ ഈ രാജവംശം അതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം, ഇതിൽ മങ്കമ്മ റാണിയെ കുറിച്ച് പറയുന്നുണ്ട്. അവരാണ് 1ാമത്തെ കോയിൻ ഇറക്കിയിരിക്കുന്നത്. ആ കോയിൻ്റെ മറുവശത്തുള്ളത് ശ്രീ മങ്കമ്മ എന്ന് എഴുതിയിട്ടുള്ളതാണ്. അക്കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നത് തെലുങ്കാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിജയനഗര രാജ്യത്തിൽ നിന്ന് വന്ന ആൾക്കാരായതുകൊണ്ട് തെലുങ്കും കന്നഡയുമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീടുള്ള സന്ദർഭങ്ങളിൽ തമിഴും പിന്നെ നാഗരി സ്ക്രിപ്റ്റും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ 4 ഭാഷകളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് 2ാമത്തെ കോയിന് ശ്രീവീര കോയിൻ എന്നാണ് അതിൻ്റെ അപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. ഇവരെ രാജാക്കന്മാര് ഒരു കാലയളവിൽ വീര കോയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാശുകൾ അടിച്ചിറങ്ങിയിരുന്നു. രാജാവിന്റെ പേര് വെക്കുന്നതിന് പകരം ശ്രീവീര കോയിൻസ്. അപ്പൊ അതിലെ കോയിനാണ് 2ാമത് കാണിച്ചിരിക്കുന്നത്. 3ാമത് എഴുതിയിരിക്കുന്നത് ശ്രീവീര എന്നാണ്. അത് തെലുങ്കിലെ സ്ക്രിപ്റ്റാണ്. വാ എന്നൊക്കെ നമുക്ക് ഇതിൽ വായിക്കാൻ പറ്റുന്നതാണ്. അതിൽ ഇത്രയാണ് നമ്മൾ ഇതിനെ പറയുന്നത്. മത്സ്യ അവതാരവുമായി ബന്ധപ്പെട്ട പല കോയിനുകളിൽ ഒരു കോയിനാണ് നമ്മൾ എടുത്ത് കാണിച്ചിരിക്കുന്നത്. അടുത്തത് കൂർമ്മ ആണ്. ആദ്യത്തെ കോയിൻ നമുക്ക് കാണാം കൂർമ്മത്തിന്റെ ദേഹം, പിന്നീട് മനുഷ്യന്റെ ടോർസോ, അതായത് ഉടല് മനുഷ്യന്റെയാണ്. അത് ശ്രീവീര ആണ്. അത് ഇറക്കിയിരിക്കുന്നത് മങ്കമ്മയാണ്. കന്നഡയിലാണ് ഇതിൽ ശ്രീവീര എന്ന് എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോൾ 2ാമത്തെ കോയിൻ നമ്മൾ കാണുന്നത് കോപ്പറാണത്. അപ്പോൾ ആ കോപ്പറിൽ നമുക്ക് ഇത്തിരി കൂടി ക്ലാരിറ്റി ഉണ്ട്. അതിൻ്റെ മനുഷ്യൻ്റെ ടോർസോ വളരെ ക്ലിയർ ആയിട്ട് കാണാം. അതിൽ വെങ്കിടപതി രായ എന്ന രാജാവാണ് ഈ കോയിൻ ഇറക്കിയിരിക്കുന്നത്. അതും തമിഴ്നാട്ടിൽ നിന്നുള്ള രാജാവാണത്. ഓക്കെ, അത് ഗോൾഡ് കോയിനാണ്. കോയിൻ ബില്യൺ കോയിനാണ് അതിൻ്റെ. പിന്നെ വരാഹയാണ്. വരാഹ വളരെ ഫേമസ് ആയ ഒരു അവതാരമാണ്. അതിൽ ഗുർജാര പ്രതിഹാരാസ് എന്ന് പറഞ്ഞ ഒരു രാജവംശമാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്.
ആ രാജവംശം അവരുടെ കോയിനുകളിലെല്ലാം തന്നെ വരാഹത്തിന്റെ ഒരു രൂപം ഉപയോഗിച്ചിരുന്നു. ഗുർജാര പ്രതിഹാരാസ് ഉള്ളത് നോർത്ത് ഇന്ത്യയിലാണ്. അവർ 8-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ നോർത്ത് ഇന്ത്യ ഭരിച്ച രാജാക്കന്മാരാണ്. അവരെ പറയുന്നത് പ്രതിഹാരാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡോർ കീപ്പേഴ്സ് എന്നാണ് അതിൻ്റെ സംസ്കൃത പരിഭാഷ. ഉത്തരേന്ത്യയിലെ ഡോർ കീപ്പേഴ്സ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. പടിഞ്ഞാറ് നിന്നുള്ള ഒട്ടേറെ ആക്രമണങ്ങൾ അറബ് ആക്രമണങ്ങൾ ഇവർ തടഞ്ഞു നിർത്തുകയുണ്ടായി. ഓക്കെ, അപ്പോൾ അവർ പ്രധാനമായും വരാഹ രൂപത്തിന്റെ കോയിനുകളാണ് അടിച്ചിറക്കിയിരിക്കുന്നത്. അപ്പം അതിന്റെ മറുവശം ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്നത് ശ്രീ വിനായക പാലദേവ എന്നാണ് അതിന്റെ മറുവശത്ത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ അടുത്തൊരു കോയിനിൽ ഇത്തിരി കൂടി ക്ലിയർ ആയിട്ടുണ്ട്, അത് കാണിക്കാം. ഗുർജാര പ്രതിഹാരസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് മിഹിര ഭോജ എന്ന് പറഞ്ഞ ഭോജരാജാവായിരുന്നു. ഭോജരാജാവ് നാമൻ. അദ്ദേഹത്തിന്റെ തലസ്ഥാനം ഇന്ന് ഉത്തർപ്രദേശിലുള്ള കനിജ് ആയിരുന്നു. ഞാൻ ഒരു മാപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഗുർജാര പ്രതിഹാരാസ് എന്ന് കാണാം. നമുക്ക് പടിഞ്ഞാറ് ഹിമാലയം മുതൽ അറബിക്കടൽ വരെയുള്ള സ്ഥലത്തും പിന്നെ കിഴക്ക് ബംഗാൾ വരെയുള്ള സ്ഥലങ്ങളിലും അവരുടെ സാമ്രാജ്യം അവരുടെ ശക്തമായ സമയത്ത് ഉണ്ടായിരുന്നു. ഇതിന് താഴെ ഉണ്ടായിരുന്നത് രാഷ്ട്രകൂടാസ് എന്ന് പറഞ്ഞ വളരെ ഫേമസ് രാജവംശമാണ്. പിന്നെ ബംഗാൾ ഭാഗത്ത് അന്നുണ്ടായിരുന്നത് പാല രാജവംശമാണ്. ഗോപാല, ധനപാല എന്ന് പറഞ്ഞ രാജാക്കന്മാരുടെ ഈ സമയത്തുണ്ടായിരുന്നത്. അവർ മൂന്നുപേരും പരസ്പരം യുദ്ധം ചെയ്തിട്ടാണ് കഴിഞ്ഞിരുന്നത് ആ സമയത്ത്. ഭോജരാജാവ് അടിച്ചിരുന്ന കോയിനുകൾക്കൊക്കെ ശ്രീമത് ആദി വരാഹ എന്ന റിസർവ് ആണ് അവിടെ കൊടുത്തിരുന്നത്. അതിൽ പഞ്ചമാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, ശ്രീമത് വരാഹ എന്നാണ്. ഈ കോയിനിൽ വരാഹത്തിന്റെ മുഖം മുകളിലേക്കും പിന്നീട് കൈകൾ ഉയർത്തിയിട്ടുണ്ട്. ചക്രം നമുക്ക് കാണാം. സൈഡിൽ നമുക്ക് അതിന്റെ സൂര്യചക്രങ്ങളും കാണാവുന്നതാണ്, സോളാർ സിംബൽസ്. ഭോജരാജാവിന്റെ മകൻ മഹേന്ദ്രപാല വളരെ ഫേമസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കോയിനും കൂടി ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇത് വളരെ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ നിർമ്മിച്ച ഒരു കോയിനാണ്. ഈ കോയിൻ ഇന്നുള്ളത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ്. സോ അദ്ദേഹത്തിന്റെ മകനാണ് കിങ് മഹേന്ദ്രപാല. വരാഹത്തിന് ശേഷം ഉള്ളത് നരസിംഹമാണ്. ഇപ്പൊ കൃഷ്ണനും രാമനും കഴിഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ ആദരിച്ചിട്ടുള്ള അവതാരമാണ് നരസിംഹം. നമുക്ക് കാണാൻ കഴിയും. നരസിംഹത്തിലെ 3 കോയിനുകളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കോയിൻ നരസിംഹം ധ്യാന മുദ്രയിൽ ഇരിക്കുന്നതാണ്. മുകളിലെ 4 കൈയാണുള്ളത്. മുകളിലെ 2 കൈയിലും ശംഖും ചക്രവുമാണ്. രണ്ടാമത്തെ താഴെയുള്ള 2 കൈകളിലും മുദ്രകളാണ്. അഭയമുദ്രയും വരദമുദ്രയുമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കോയിൻ അത് മങ്കമ്മ രാജ്ഞി ഇറക്കിയതാണ്. രുദ്ര നരസിംഹയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. രുദ്ര എന്ന് പറഞ്ഞാൽ കണ്ണ് 2 ബൾജ് ചെയ്തിട്ടിരിക്കുന്നു, പിന്നെ വായ തുറന്നിരിക്കുന്നു. അങ്ങനെയുള്ള രുദ്ര നരസിംഹതയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തത് നമ്മുടെ ചേരദേശത്ത് നിന്ന് ഇറക്കിയിട്ടുള്ളതാണ്. ചേര രാജാക്കന്മാർ ഇറക്കിയിരിക്കുന്ന കോയിനാണത്. നരസിംഹം ഒരു ധ്യാന രൂപത്തിലിരിക്കുന്ന ഒരു മോഡൽ കോയിനാണ്. സാറിന്റെ കയ്യിലുണ്ടായിരിക്കും ചിലപ്പോൾ കോയിൻ. ഓംചാരം അതല്ല, ഹിരണ്യ ഇതല്ല, ഇത് ധ്യാന രൂപത്തിലിരിക്കുന്നതാണ്. രുദ്ര നരസിംഹനെ കുറിച്ച് പറയുമ്പോൾ വളരെയേറെ സൗത്ത് ഇന്ത്യൻ രാജ്യങ്ങൾ ഇറക്കിയിട്ടുള്ള കോയിനുകളാണിത്. പ്രധാനമായിട്ടും ഇപ്പൊ കാണിക്കുന്നത് നായക്കാസ് ഇറക്കിയിരിക്കുന്ന കോയിനുകളാണ്. നമുക്കറിയാം അതിന്റെ രൗദ്രം കണ്ണ് ഒക്കെ അടിച്ച് പഞ്ചിങ് ആണുള്ളത്. ഒന്നാമത്തെ കോയിൻ ഗോൾഡ് കോയിനാണ്. രണ്ടാമത്തേത് കോപ്പർ കോയിനാണ്. അവര് അതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗോൾഡ് കോയിൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്.
പിന്നെ രുദ്ര നരസിംഹയുടെ കോപ്പർ കോയിനുകൾ. ഇതിലാണ് മൂന്നാമത്തെ കാണിച്ചിരിക്കുന്ന കോയിൻ. അതിലാണ് ഹിരണ്യകശിപുവിനെ വയറ് കീറുന്ന അതുള്ളതായിരിക്കും രൂപത്തിലുള്ളത്. പിന്നെ ഗോൾഡ് കോയിൻസും ഉണ്ടായിരുന്നു. ഗോൾഡ് ഫണം ഇറക്കിയിരിക്കുന്നത് ഹൊയ്സലക്കാരാണ്. നമുക്കറിയാം നോർത്ത് കർണാടകയിലാണ് ഇവരുണ്ടായിരുന്നത് 13ാം നൂറ്റാണ്ടിൽ. അവർ ബിരൂർ, ഹെലബീഡു എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലാണ് അവരുടെ രാജധാനി. അവർ വളരെ ഫേമസ് ആണ് അവരുടെ ശില്പകലയ്ക്കും നാണയങ്ങൾക്കും ഒക്കെ പേരിൽ. ഞാൻ കണ്ടിട്ടുള്ളതാണ്. വളരെ നൈസ് ഇതാണ്. നമുക്ക് കാണാം ഇതിൽ രുദ്ര രൂപങ്ങളാണ്. അതിൻ്റെ ഒബ്സർവ് വേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ട്രാൻസാക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഗോൾഡ് ഫണം. പിന്നെ തിരിയോമോർഫിക് നരസിംഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനും മൃഗവും രൂപത്തിലുള്ള ഒരു കോമ്പിനേഷൻ, അത് പ്രതിപാദിക്കുന്നതിനാണ് തിരിയോമോർഫിക് എന്ന് പറയുന്നത്. ഇതിൽ കോയിൻ അത്ര ക്ലിയർ അല്ല. ഇതിൽ നരസിംഹ ഇരിക്കുന്ന ഒരു രൂപത്തിലാണ്. കുറച്ചും കൂടി രൗദ്രഭാവം കുറച്ച് കൊണ്ടുവന്ന് ആരാധ്യമൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ കാണുന്നത്. വാല്യൂ ഇതിൽ ഓരോ മാർക്കുകൾ ഉണ്ടായിരിക്കും. ആ മാർക്ക് വെച്ചിട്ടാണ് അതിന്റെ ടോപ്പോളജി നിശ്ചയിക്കുന്നത്. ഓരോ ഇതിൽ ഇത്തിരി അത്ര ക്ലിയർ അല്ല, പക്ഷെ ചില കോയിൻസിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ യോഗ നരസിംഹ അതിന്റെ രൗദ്രഭാവം ഒന്നും കൂടി കുറച്ച് കൊണ്ടുവന്നിട്ട് യോഗ രീതിയിലുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഇവിടെ. ഇത് മൈസൂരു കിങ് കണ്ടീരവ നരസരാജ ബോഡയാർ ആണ് ഇറക്കിയിരിക്കുന്നത്. കണ്ടീരവ എന്ന് പറഞ്ഞാൽ റോറിംഗ് ലയൺ. അപ്പോൾ ആള് സ്വയം റോറിംഗ് ലയൺ എന്ന് പറയുന്ന രീതിയിലാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇറക്കി ഗർജിക്കുന്ന സിംഹം. പിന്നെ വോഡയാറിന്റെ തന്നെ വളരെയേറെ കോയിനുകളുണ്ട്. ഗോൾഡ് കോയിനുകളാണ്. നല്ല ഇതൊക്കെ നമ്മൾ പ്രദർശനത്തിന് പോകുമ്പോൾ കാണാറുള്ളതാണ് ഈ കോയിനുകളൊക്കെ. പിന്നെ രൗദ്രഭാവം ഒന്നും കൂടി കുറച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഇവിടെ. ഇതിൽ നരസിംഹ വിത്ത് ലക്ഷ്മി. അപ്പോൾ 1, 3 നമുക്കറിയാം. നരസിംഹ, ലക്ഷ്മി അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്നു ലാപ്പിൽ. പിന്നെ രാജാവിന്റെ പേരാണ് കാതിൽ രവ നരസിംഹ രാജ. അദ്ദേഹം മൈസൂർ രാജാവായിരുന്നു. മൈസൂർ. പിന്നെ അത്രയും കൂടിയും ഇതിൽ നമുക്ക് ബുള്ളാണ് ഒരു കോയിൻ്റെ റിസർവിൽ. പിന്നെ റെപ്രസെൻറ്റേഷൻ ഇത്രയും ഏറ്റവും ഇതിനെ പറയുന്നത് ഗിരിരാജ നരസിംഹ എന്നാണ്. ഇതാണ് നരസിംഹത്തിന്റെ റെപ്രസെൻറ്റേഷൻസ്. അടുത്തത് വാമന അവതാരമാണ്. നമുക്ക് വാമന അവതാരത്തിലേക്ക് പോകാം. ഓക്കെ, ലാപ്ടോപ്പിൽ ഇത്തിരി കൂടി ക്ലിയർ ആണ്, പക്ഷെ ഇവിടെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. നമുക്ക് കുട കാണാൻ പറ്റും മുകളിൽ. പിന്നെ വാമനന് ഒരു കൈ ഉയർന്നിട്ടുണ്ട്. കാല്, അവിടെ ഒരു തല കാണാൻ പറ്റും. അത് മനുഷ്യന്റെ തലയാണ്. അത് മഹാബലി രാജാവിന്റെ തലയായിട്ട് സങ്കല്പിക്കുന്നു. ഇപ്പോൾ വാമനനെ കുറിച്ച് പറയാച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് ആദ്യത്തെ മനുഷ്യാവതാരമായിട്ട് സങ്കല്പിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഭൂമി 4600 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി. അതിനുശേഷം ജീവൻ 3600 കോടി വർഷം മുമ്പ് ഉത്ഭവിച്ചു, അങ്കുരിച്ചു. സമുദ്രത്തിലാണ്, മത്സ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ അത് കരയിലേക്ക് വന്നു, ആംഫിബിയനായിട്ട്, ആമയായിട്ട് വന്നു. പിന്നെ അത് മൃഗങ്ങളായി ലോകം മുഴുവനുണ്ടായി. പിന്നെ അതിനുശേഷം കൂടുതൽ നരസിംഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു അടുത്ത റെപ്രസെൻറ്റേഷനാണ്. പിന്നെ അതിനുശേഷം മനുഷ്യരുണ്ടായിരുന്നപ്പോൾ അവർ ബുദ്ധിയാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. മറ്റു മൃഗങ്ങളെക്കാളും ശ്രേഷ്ഠകരമായി മാറാനായിട്ട് ബുദ്ധിയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നമുക്കിവിടെ വാമനനിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് മധുരനായകന്മാരുടെ കോയിനാണ്. ഇതിൻ്റെ മറുവശത്ത് അടിച്ചിരിക്കുന്നത് ശ്രീവീര എന്നാണ് തെലുങ്കിൽ. അതായത് ആദ്യകാലത്തെ കോയിനുകളിൽ ഒന്നാണ് ഇത്. അടുത്തത് പരശുരാമ നമ്മുടെ
പരശു കാശുകളൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേരളത്തിന്റെ. അതുകൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് ട്രാവൻകൂർ സാറിന്റെ കയ്യിലുണ്ടായിരിക്കും, അദ്ദേഹത്തിന്റെ പരശു കാശുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ മറുവശത്ത് കാ എന്നാണ് വെച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കോയിൻ നോർത്ത് ഇന്ത്യയിലും ഈ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ബാജിറാവു കിങ്, നമുക്കറിയാവുന്നതാണ് ബാജിറാവു പേർഷ്വ, സോറി നോട്ട് കിങ്, പേർഷ്വ. അദ്ദേഹം ഏറ്റവും ശക്തനായ മറാത്ത പേർഷ്വ ആയിരുന്നു. അദ്ദേഹമാണ് ഷാ ആലം, അതായത് മുഗൾ വംശത്തിനെ സംരക്ഷിച്ചു പോന്നിരുന്നത് ഒരു കാലത്ത്, ഷാ ആലം 2. അക്കാലത്ത് ഷാ ആലത്തിന് വേണ്ടി ബാജിറാവു അടിച്ച കോയിനുകളാണിത്. അതിൽ പരശുവിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് കാണാവുന്നതാണ്. ഇതൊക്കെ ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്, അതുകൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത അവതാരം വളരെ ഫേമസ് ആണ്, രാമ. അപ്പോൾ രാമ കോയിൻസിനെ കുറിച്ച് പറയുമ്പോൾ കോയിനല്ലാത്ത ടോക്കണുകളെ കുറിച്ചും കൂടി പ്രതിപാദിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ടോക്കൺ നമ്മുടെ സംസ്കാരമായിട്ട് വളരെ ചേർന്ന് പോന്നിട്ടുള്ളതാണ്. അമ്പലങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ്, സുവനീറായിട്ട് യൂസ് ചെയ്യുന്നു, സമർപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടോക്കണുകളാണ്. ഇത് വളരെ പഴയ ടോക്കണുകളുണ്ട്. നമുക്ക് 14-ാം നൂറ്റാണ്ടിലെയും 15-ാം നൂറ്റാണ്ടിലെയും ഒക്കെ ടോക്കണുകൾ അവൈലബിൾ ആണ്. അത് ഉണ്ടായിരിക്കും, അതിന്റെ ഇതനുസരിച്ചിട്ട് ഓരോന്നിന്റെ റയറായിട്ട് കൊടുത്തിരിക്കുന്നത്. സംഭാവന, അതെ, വാല്യൂ ഉണ്ട്. പക്ഷെ അത് വാല്യൂ ഉള്ള കോയിനുകളാണ്, ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുന്ന കോയിനുകൾ. ഇപ്പൊ രാമാവതാരത്തെ കുറിച്ച് പ്രതിപാദിക്കാൻ 2 കോയിനുകളാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഒന്ന് ആദ്യത്തെ കോയിൻ, അതിന്റെ ഒബ്സർവ് റിവേഴ്സും. ഒബ്സർവിൽ നമുക്ക് കാണാൻ പറ്റും നിൽക്കുന്ന രാമൻ, കയ്യിൽ അമ്പും വില്ലും. പിന്നെ അതിന്റെ സൈഡിൽ രാമ എന്ന്, ശ്രീരാമ എന്ന് എഴുതിയിട്ടുണ്ട് നാഗരി സ്ക്രിപ്റ്റില്. പിന്നെ ഹംസവും ലോട്ടസും 2 സൈഡിലും കാണാൻ പറ്റും. പിന്നെ നല്ല ഭംഗിയുള്ള കോയിനാണത്. അതിന്റെ ഭാരം വരുന്നത് 4.06 ഗ്രാം ആണ് അതിന്റെ ഭാരം. അതിന്റെ വാല്യൂ അത് ഈ വർഷം ഫെബ്രുവരി ഇത് സോൾഡ് ഔട്ട് ചെയ്തിരുന്നു. അതിന്റെ വാല്യൂ വരുന്നത് 22 ലക്ഷമാണ്. അല്ല, ഇത് ടോക്കൺ അല്ല, ഇത് പഗോഡയാണ്. ഇത് ഗോൾഡ് ദിനാർ. ഇത് ഇറക്കിയിരിക്കുന്നത് വിഗ്രഹരാജ 4-മൻ. അത് ചഹനാമ കിങ്ഡം എന്ന് പറഞ്ഞത്. ചഹനാമ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയില്ല, പക്ഷെ ചൗഹാൻ കിങ്ഡം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയും. പ്രത്യേകിച്ചും പൃഥ്വിരാജ് ചൗഹാന്റെ അപ്പൂപ്പനായിട്ട് വരുന്ന ആളാണ് വിഗ്രഹരാജ. ആള് ഭയങ്കര ഫേമസ് ആണ്. അദ്ദേഹത്തിന്റെ പേര് അതിൽ എഴുതിയിട്ടുണ്ട്, ശ്രീമത് വിഗ്രഹരാജ ദേവ എഴുതിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കോയിൻ, ഇത് വിജയനഗര രാജാവിലുള്ളതാണ്. അത് നമുക്ക് കാണാൻ പറ്റും രാമനും സീതയും സിറ്റിംഗ് ഇതിലാണ്. പിന്നെ ഇരിക്കുന്നത് ലക്ഷ്മണൻ സൈഡിൽ നിൽക്കുന്നു. ഇതിന്റെ വെയിറ്റ് 3.5 ഗ്രാം ആണ്. ഇത് പഗോഡയാണ്. പിന്നെ ബലരാമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ കോയിനുകളെയാണ്. പക്ഷെ ഇന്ത്യൻ സംസ്കാരം ഗ്രീക്ക് സംസ്കാരമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. അതായത് ഗ്രീക്ക് രാജാക്കന്മാർ ഇന്ത്യയിൽ വന്ന് വിവാഹം കഴിക്കുകയും പിന്നെ വളരെയേറെ സൗഹൃദപരമായ ഒരു സമയം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അക്കാലത്ത് അഗസ്റ്റ്യോക്ലിസ് എന്ന് പറഞ്ഞ രാജാവ് ഇറക്കിയ ഒരു കോയിനാണിത്. ഇത് ബലരാമയാണ്. അദ്ദേഹത്തിന്റെ വലതു കൈയിൽ നമുക്ക് ഗദ കാണാം, മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്യുന്ന ഗദ ആണത്. അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ കലപ്പ കരി കാണാവുന്നതാണ് അദ്ദേഹത്തിന്റെ. ഇല്ല, രാജാക്കന്മാരും അവര് പറഞ്ഞിരിക്കുന്ന മിന്റുകൾക്കും ചിലവർക്ക് മിന്റുകൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രശ്നം ബ്രിട്ടീഷേഴ്സ് തന്നെ കുറെ കാലം മുഗളന്മാരെ സമ്മതിച്ചിരുന്നില്ല അവരെ കോയിൻ ഇറക്കാനായിട്ട്. പിന്നെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ 1 രൂപ ഇറക്കാനായിട്ട് ഹൈദരാബാദിലെ നിസാമിന് മാത്രമേ പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ റിവേഴ്സിലുള്ളത് കൃഷ്ണനാണ്. അത് ഞാൻ കാണിക്കാം. അതായത് ഒരു വശം ബലരാമനും മറുവശം കൃഷ്ണനുമാണ് അഗസ്റ്റ്യോക്ലിസ് ഇറക്കിയ കോയിന്റെ ഇതിലുള്ളത്. പക്ഷെ ബലരാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ച് മാർക്ക് കോയിനിലും അദ്ദേഹം വന്നിട്ടുണ്ട്.
നമുക്കിത് മൗര്യഗുപ്ത കാലത്തുണ്ടായിരുന്ന ഒരു പഞ്ച്മാർക്ക് കോയിനാണ്. ഈ കോയിൻ ഇപ്പോൾ ഉള്ളത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ്. ഇതിൽ സൂര്യന്റെ ഒരു എംബ്ലം കാണാം. മുകളിലായിട്ട് ബലരാമന്റെ കലപ്പ കാണാൻ പറ്റുന്നതാണ്. അക്കാലത്ത് ഇറക്കിയ ഒരു പഞ്ച്മാർക്ക് കോയിനാണ്, 3rd BC. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷ്ണന്റെ ശംഖും പിന്നെ ചക്രവും കയ്യിലുണ്ട്. ഇത് അഗസ്ത്യോക്ലസ് ഇറക്കിയ കോയിനാണ്. എൻ്റെ ബലരാമനും കൃഷ്ണനും. അദ്ദേഹം പല കോയിനുകൾ ഇറക്കിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കോയിനാണ് ഇവിടെ കാണിക്കുന്നത്. അതൊക്കെ ഇതുണ്ട്. ഇതിൽ ആദ്യം കാണിച്ച കോയിനുകൾ വെൻഡർമാരുടെ കയ്യിലുണ്ട്. നിലവിലുള്ള കോയിൻ. പിന്നെ 10ാമത്തെ അവതാരമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കൽക്കിയാണ്. അതിനെക്കുറിച്ചുള്ള കോയിനുകൾ ഇറക്കിയത് എനിക്കറിവില്ല. പക്ഷേ 2008 ഇന്ത്യൻ ഗവൺമെന്റ് ഇറക്കിയ ഒരു സ്റ്റാമ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ ജയദേവ ആൻഡ് ഗീത ഗോവിന്ദ അതിൻ്റെ സീരീസ് ഇന്ത്യൻ ഗവൺമെന്റ് ഇറക്കിയിരുന്നു. അതിലെല്ലാ അവതാരങ്ങളും ഉണ്ട്. അതിൽ 10ാമത്തെ അവതാരമായിട്ട് കൽക്കിനെയാണ് ഇവിടെ കാണിച്ചത്. കോയിനില്ല, ഇനി വേണമെങ്കിൽ അതിന് ഫ്യൂച്ചറിൽ എന്തായാലും ഇറക്കിയായിരിക്കും വിചാരിക്കും. അവസാന റെഫറൻസ് ആണ് ഇത്. ഇന്റർനെറ്റ് സൈറ്റുകളിൽ നിന്നാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. അത് ഇവിടെ കൊടുത്തിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.